കേൾക്കാം. അതുവരെക്കും തമ്പിളി വന്ന് ഇളം തെന്നലീണം പാടിവാ അങ്ങനെ സുഹൃത്തുക്കളെ അറ്റം തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ. പുളിമൂടിൻ്റെ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാണാനുണ്ട് എന്ന് തോന്നും. കൊച്ചു കൊച്ചു പെട്ടിക്കടകളൊക്കെ കാണുന്നുണ്ട് ദൂരത്ത്. ഒന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയും പോകാനുണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനിടക്ക് എന്താണ് ചെറു വള്ളങ്ങൾ, മത്സ്യബന്ധന ചെറിയ ചെറിയ ബോട്ടുകൾ, പിന്നെ വള്ളങ്ങൾ എന്നിവയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ വള്ളങ്ങളാണ്. മത്സ്യബന്ധന ചെറിയ ചെറിയ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളിങ്ങനെ പോയി ഇത് ഇവിടെയുള്ള പെട്ടിക്കടകളാണതൊക്കെ. പെട്ടിക്കടകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കച്ചവട സ്ഥാപനങ്ങൾ നല്ല അടിപൊളിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ല വൃത്തിയിലുള്ള പെട്ടിക്കടകളാണ് ഇവിടെ ഉള്ളത്. ചാലിയം പുളിമൂട്ടിൽ ഇവിടെ ഇന്ന് ഇപ്പോൾ ഈ ഇട ദിവസം ആയതുകൊണ്ടാണ്, തിങ്കളാഴ്ച ദിവസമാണ്, ഇന്ന് വളരെ ആൾ കുറവാണ്. അപ്പോൾ ഇതാണ് ചാലിയം കടപ്പുറം. ചാലിയം കടപ്പുറം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതൊക്കെ കച്ചവട സ്ഥാപനങ്ങളാണ് കാണുന്നതൊക്കെ. ഇപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് 90% കച്ചവടക്കടകളും പൂട്ടിക്കെടുക്കുകയാണ്. കാര്യമായിട്ട് ശനി ഞായറൊക്കെ തന്നെ കച്ചവടമുള്ളൂ, പിന്നെ അവധി ദിവസങ്ങളിലും. കോഴിക്കോട് ഉള്ളതുപോലെ തന്നെ, കോഴിക്കോട് ബീച്ചിലുള്ളതുപോലെ തന്നെ, പക്ഷെ നല്ല വൃത്തി, നല്ല എല്ലാ ഇതും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരിയല്ല കടപ്പുറം, ചാലിയം കടപ്പുറം. ഇതാ കണ്ടില്ലേ, വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ. ഈ ടൈല് കാര്യങ്ങൾ പതിച്ച ഇവിടങ്ങളിൽ വൃത്തിയുണ്ടെങ്കിലും കടപ്പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു മനുഷ്യന് ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യം. കണ്ടില്ലേ, ഫുള്ള് വേസ്റ്റാണ്. എന്നാൽ കോഴിക്കോട് കടപ്പുറം, കോഴിക്കോട് മെയിൻ ബീച്ചിൽ ഒരു കടലാസ് പോലും കാണാൻ കഴിയില്ല. അത്രയും വൃത്തിയുള്ള സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. പക്ഷേ ഇതാ ചാലിയം കടപ്പുറം വളരെ വൃത്തിഹീനമായ രീതിയിലാണ്. അവിടെ കുറേ കച്ചവടക്കാരുണ്ട്. ഈ കച്ചവടക്കാരൊന്ന് ശ്രമിച്ചാൽ മതി ഇവിടെ വൃത്തിയാക്കാൻ. എല്ലാവരും കൂടെ ശ്രമിച്ചാൽ മതി. ആരും അത് ചെയ്യായിട്ടാന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചാലിയം നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമായിട്ടും എന്തുകൊണ്ടാണ് ഈ കടപ്പുറം ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചെനി വീട്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.